എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജീസസ് എവരിയുടെ എല്ലാ ദിവസവും കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രോത്സാഹനത്തിനായിട്ട് നന്ദി. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം. 1 മിനിറ്റിൽ താഴെ ഓഡിയോ മെസ്സേജ് നിങ്ങൾക്കിടാം. അതിൽ കൂടുതലാണെങ്കിൽ കേൾക്കാനായിട്ട് സമയക്കുറവ് വളരെയുണ്ട്. പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ടീമിലുള്ളവർ എനിക്ക് അയച്ചു തരാറുണ്ട്. അതിനുള്ള ഓഡിയോ പ്രാർത്ഥനയും മറുപടികളും അയച്ചു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ജീസസ് എവരിയുടെ നിങ്ങൾക്കുള്ള കൂട്ടായ്മയാണ്. നിങ്ങളുടെ വീടിൻ്റെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, നിങ്ങളുടെ ഭാവിയുടെ ഏത് കാര്യത്തിനും ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ജീസസ് എവരിയുടെ നിങ്ങളുടേതാണ്. അതിന് നിങ്ങളുടെയും കൈത്താങ്ങൽ ആവശ്യമാണ്. നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്. നിങ്ങളുടെ വിമർശനങ്ങൾ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, വർക്ക് അണ്ടിൽ യുവർ മണി വർക്ക്സ് ഫോർ യു. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വരെ നിങ്ങൾ പണത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ, പണമുണ്ടാക്കാൻ നിങ്ങൾ പ്രവർത്തിച്ചാൽ പിന്നീട് പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിൻ്റെ അർത്ഥം ഒറ്റ വാക്കി പറഞ്ഞാൽ പണം സമ്പാദിക്കുക, കഠിനാധ്വാനം ചെയ്യുക, സമ്പാദ്യമുണ്ടാക്കണം. സമ്പത്തുണ്ടാക്കാൻ ദൈവമാണ് ശക്തി തരുന്നത് എന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്നു. ദൈവം അതിനുള്ള വഴി തുറക്കും. നിന്റെ കഠിന പ്രയത്നം വേണമെന്നാണ്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്നാണ്. സമ്പാദ്യമുണ്ടെങ്കിൽ അപ്പം ഭക്ഷിക്കാൻ കഴിയും. ജോലി ചെയ്യണം. മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല. ഒരു സ്ഥലത്ത് പരാജയപ്പെട്ടാൽ അടുത്ത സ്ഥലം നോക്കണം. കാത്തിരിക്കുന്നത് വിഡ്ഢികളാണ്. ഒരു നല്ല ദിവസം വരും എന്ന് അല്ല, കഠിനാധ്വാനം ചെയ്യുക. ബൈബിളിൽ കാണുന്ന എല്ലാവരും കഠിനാധ്വാനികളായിരുന്നു. അബ്രഹാമിന് ദൈവം ദാനം കൊടുത്ത ഇസഹാക്ക് കഠിനാധ്വാനിയായിരുന്നു. മരുഭൂമിയിൽ അവൻ വിതച്ചു. മാത്രമല്ല, അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്ന കിണറുകൾ ശത്രുക്കൾ അസൂയ കൊണ്ട് മണ്ണിട്ട് മൂടി. ഇസഹാക്ക് വീണ്ടും അത് തിരിച്ചു കുഴിച്ചു, ഉറവ കണ്ടു. ശത്രുക്കൾ അത് അവരുടേതാണെന്ന് പറഞ്ഞ് അവകാശവാദം നടത്തി. ഇസഹാക്ക് പരാതി പറഞ്ഞില്ല, അടുത്ത സ്ഥലം കുഴിച്ചു. ചെറിയ കാര്യമല്ല. ഇന്നും കേരളം വിട്ടുകഴിഞ്ഞാൽ പലയിടത്തും ഒരു ബോർവെല്ല് കുഴിക്കുവാൻ ആയിരക്കണക്കിന് അടി താഴോട്ട് പോകണം. അപ്പോൾ മരുഭൂമിയിലെ കാര്യം എന്താണ്? ചിലപ്പോൾ കുഴിച്ച് ഉറവ കാണാതെ പൊട്ടക്കിണറുകൾ ധാരാളം ഉണ്ടാകും. അവിടെയാണ് ഒരു പൊട്ടക്കിണറ്റിലാണ് ജോസഫിനെ ഇട്ടത്. പൊട്ടക്കിണറ്റിൽ ഒരാളെ ഇട്ടാൽ വെളിയിൽ വരില്ല, അത്രയും ആഴമാണ്. ജോസഫിനെ അതിൽ നിന്ന് പിന്നീട് വലിച്ചു കയറ്റി. അപ്പോൾ പൊട്ടക്കിണറുകൾ കുഴിക്കുന്ന കാലത്ത് ഉറവയുള്ള കിണർ കുഴിച്ചവനാണ് അബ്രഹാമും ഇസഹാക്കും. ഉറവ കണ്ടെത്തും വരെ അവർ കുഴിച്ചു. അത് ചെറിയ ജോലിയല്ല. എന്നാൽ തിരിച്ച് വീണ്ടും ഉറവ കണ്ടെത്തിയപ്പോൾ ശത്രുക്കൾ അതിനെ അവകാശം പറഞ്ഞു. ഇസഹാക്ക് അത് വകവെക്കാതെ അതെല്ലാം അവർക്ക് കൊടുത്തിട്ട് മറ്റൊന്ന് കുഴിച്ചു. അതിനാരും വഴക്കിട്ടില്ല. അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. നമ്മൾ വായിക്കുന്നു, ക്ഷാമകാലത്ത് ഇസഹാക്ക് വിതച്ചു. ഈ ഉറവകളെ അവൻ ഉപയോഗിച്ച് വലിയ കൃഷി നടത്തി. അവന് 100 മേനി വിളവ് കിട്ടി. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ധനവാനായി തീരുന്നത് ഒരു പാപമല്ല. ധനം ഒരു ദുഷ്ട യജമാനനായി മാറരുത്. ധനം ഒരു നല്ല ദാസനാകണം. ധനം നമ്മെ കൺട്രോൾ ചെയ്യരുത്. ധനത്തെ നമ്മൾ കൺട്രോൾ ചെയ്താൽ ധനം നല്ലതാണ്. ഈ ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഇന്ന് നമുക്ക്
8-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നമ്മുടെ ചിന്ത നല്ലതല്ലെങ്കിലും നമ്മിലിരുന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത നല്ലതാണ്. നമ്മുടെ ചിന്തകൾ പലപ്പോഴും വിചാരപ്പെടലായിരിക്കും, നാളെ എങ്ങനെ മുന്നോട്ട് പോകും. എന്നാൽ ആത്മാവിനെ നാളുകൾ അറിയാം. അതുകൊണ്ട് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ചിന്തയാണ് നോക്കുന്നത്. എത്ര വലിയ മർമ്മമാണ്. 28-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എല്ലാം നന്മയ്ക്കാണ്. ഇനി പിശാച് ഒരു വലിയ അനർത്ഥത്തെയാണ് കൊണ്ടുവന്നിട്ടതെങ്കിലും നമുക്കത് നന്മയായിട്ട് മാറും. ദാവീദിനെതിരെ ശൗലിനെ പിശാച് അഴിച്ചുവിട്ടു. ദാവീദ് കരുത്തനായിട്ട് മാറി. യേശു കർത്താവിനെതിരെ പീലാത്തോസും എല്ലാവരും എതിരായിട്ട് നിന്നു. പീലാത്തോസിന് അനുകൂലമാകാൻ പോലും കഴിഞ്ഞില്ല. എല്ലാവരും എതിരായിട്ട് നിന്നു. ദൈവം അത് നന്മയാക്കി മാറ്റി. വലിയ ഉപദ്രവം നേരിട്ടപ്പോൾ ഫിലിപ്പോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അത് ഫിലിപ്പോസിനും ശമരിയക്കാർക്കും വലിയ സന്തോഷത്തിന് കാരണമായി തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 8:8. എന്ത് വന്നാലും അതൊരു നന്മയാണ്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു രാജാവിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. എപ്പോഴും എന്തു പറഞ്ഞാലും രാജാവിനോട് പറയും, രാജാവേ അത് നന്മയ്ക്കാകും. രാജാവ് ഇത് കേട്ട് 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 മടുത്തു. എന്തു പറഞ്ഞാലും എടാ എനിക്ക് വയ്യ, രാജാവേ അത് നന്മയ്ക്കാണ്. അങ്ങനെ ഒരു ദിവസം രാജാവ് ഒരു ദിവസവിനെയും വിളിച്ചുകൊണ്ട്, മന്ത്രിയെയും വിളിച്ചുകൊണ്ട് കാട്ടിൽ നായാട്ടിന് പോയി, മൃഗങ്ങളെ വേട്ടയാടാൻ പോകുന്ന വഴിക്ക് രാജാവ് ഒരു സ്ഥലത്ത് വീണപ്പോൾ ഒരു പാറക്കല്ല് വന്ന് കയ്യിലോട്ട് വീണു. പാറക്കല്ല് തെന്നി തൻ്റെ കയ്യിൽ വീണു. ഒരു വിരൽ അറ്റുപോയി. കൊടുങ്കാട്ടിലാണ്. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, എടാ എൻ്റെ ഒരു വിരൽ അറ്റുപോയി. ഉടനെ മന്ത്രി പറഞ്ഞു, രാജാവേ അത് നന്മയ്ക്കാണ്. രാജാവിന് വലിയ ദേഷ്യം വന്നു. ഒരു വലിയ കുഴിയിലോട്ട് ഈ മന്ത്രിയെ തള്ളിയിട്ടു. ഇത് നന്മയ്ക്കാണോ എന്നൊന്ന് നോക്കാം. എന്നിട്ട് രാജാവ് നടന്നുപോയി. നീ എവിടെ കിടക്കടാന്ന് പറഞ്ഞു. കാട്ടിലെ കാട്ടാളന്മാരെ രാജാവിനെ പിടിച്ചുകൊണ്ടുപോയി. കാട്ടാളന്മാരുടെ വലിയ ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പോൾ കാട്ടിൽ ഒരു നരബലി നടക്കുകയാണ്. അപ്പോൾ അതിന് ഊനമില്ലാത്ത ഒരാളെ വേണം. അങ്ങനെ ഈ രാജാവിനെ പിടിച്ചുകൊണ്ടുപോയി. കാട്ടാളന്മാർക്കറിയാം ഇത് നാട്ടിലെ ഒരു വലിയ രാജാവാണെന്ന്. ഈ കാട് പോലും ഈ രാജാവിൻ്റെ ആണെന്നൊന്നും കാട്ടാളന്മാർക്ക് ബോധമില്ല. അവർ അദ്ദേഹത്തിൻ്റെ വസ്ത്രം അഴിച്ച് നൂൽബന്ധമില്ലാതെ ഒരു സ്ഥലത്ത് കെട്ടിത്തൂക്കി, കയ്യും കാലും കെട്ടി ഒന്ന് പരിശോധിക്കുകയാണ്. പരിശോധിക്കുന്ന സമയത്ത് ഒരു വിരലില്ലെന്ന് കാട്ടുമൂപ്പൻ കണ്ടെത്തി. ഉടനെ രാജാവിനെ പറഞ്ഞു വിട്ടു. കാരണം ഒരു വിരലില്ലാത്തവൻ, അവൻ ഊനമുണ്ട്, അവനെ യാഗം കഴിച്ചിട്ട് ദൈവപ്രസാദം കിട്ടില്ല. അതുകൊണ്ട് ഈ രാജാവിനെ പറഞ്ഞു വിട്ടു. രാജാവിന് അപ്പോൾ മനസ്സിലായി അത് നന്മയ്ക്കായി തീർന്നെന്ന്. രാജാവ് സന്തോഷത്തോടെ മന്ത്രിയെ കാണാൻ കുഴിയിൽ ചെന്ന് ആ കുഴിയുടെ അടുത്ത് ചെന്ന് കുഴിയിൽ നിന്ന് ഈ മന്ത്രിയെ പിടിച്ചു കയറ്റി. അപ്പോൾ രാജാവിനോട് മന്ത്രി പറഞ്ഞു, രാജാവിൻ്റെ വിരൽ പോയതും നന്മയ്ക്കായി. എന്നെ കുഴിയിൽ തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ അവരെന്നെ പിടിച്ചുകൊണ്ടുപോയി യാഗം കഴിക്കുമായിരുന്നു. അതും നന്മയ്ക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ ഓഫർ ഉള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് എല്ലാം കഷ്ടകാലമാണ്. അവർക്ക് വരുന്നത് അവരുടെ കഷ്ടകാലമാണ്. എന്നാൽ ദൈവ വിളിയുള്ളവന് വരുന്നതെല്ലാം നന്മയാണ്. അവനതൊരു തിന്മയാകില്ല. എല്ലാം നന്മയ്ക്കായിട്ട് മാറും. ഈ സത്യം ഓരോ ദൈവമക്കളും അറിയണം. ദാവീദിനോട് അബിഗയിൽ പ്രവചിക്കുന്നത് നമ്മൾക്ക് കാണാം. അബിഗയിൽ പറയുന്നുണ്ട്, ശത്രുക്കൾ നിന്നെ പിന്തുടർന്ന്
നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയാലും നിന്റെ പ്രാണൻ ദൈവത്തിൻ്റെ കൈകളിൽ ഇരിക്കുന്നു. അവിടുത്തെ പ്രയോഗം ദൈവത്തിൻ്റെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിന്നിൽ ഒരു നീതികേട് ഉണ്ടാകത്തില്ല. അപ്പോൾ അബിഗേലിന്റെ ഭർത്താവിനെ കൊല്ലാനാണ് ദാവീദ് വന്നത്. കാരണം അങ്ങനെ ഒരു ദുഷ്ടനായിരുന്നു. എന്നാൽ അങ്ങനൊരു രക്തം ചൊരിയാൻ പോലും ദൈവം ദാവീദിനെ അനുവദിക്കാതെ അബിഗേലിനെ അയച്ച് തടഞ്ഞു. നന്മകൾ കൊണ്ട് ദാവീദിനെ പൊതിയുന്ന ഒരു ദൈവത്തെ കാണാം. ഒരു ദോഷം ചെയ്യാൻ പോലും ദാവീദിനെ സമ്മതിക്കുന്നില്ല. ദൈവ വിളിയുള്ളവൻ ദോഷം ചെയ്യാൻ പദ്ധതിയിട്ടാലും ഇടക്ക് വെച്ച ദോഷത്തെ ദൈവം അടച്ചു കളയും. രക്ഷിക്കപ്പെട്ട ഒരുത്തന് കള്ളു കുടിക്കാൻ ഒരാഗ്രഹം തോന്നി കള്ള് ഷാപ്പിൻ്റെ അടുത്ത് ചെന്നാൽ പരിചയക്കാർ മുഴുവൻ അവിടെ നിൽപ്പുണ്ടാവും. മാത്രമല്ല എല്ലാ ആഴ്ചയും സഭായോഗത്തിന് പോകേണ്ടവൻ വീട്ടിലിരുന്നാൽ അയൽവക്കക്കാരൻ വിളിച്ചിട്ട് പറയും, നീ എന്താ പ്രാർത്ഥനയ്ക്ക് പോയില്ലേ? അവർ പോകുന്നൊന്നുമില്ല എങ്കിലും നീ എന്താ ഇന്ന് ഈ ആഴ്ച പോകാഞ്ഞത്? പിന്മാറ്റത്തിൽ പോകാൻ പോലും നിന്നെ നാട്ടുകാർ സമ്മതിക്കത്തില്ല. എല്ലാം നിനക്ക് നന്മയായിട്ട് മാറും. നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ഒത്തിരി പേരുണ്ടാവും, നിന്നെ ആത്മീയമായിട്ട് ബലപ്പെടുത്തുവാൻ. എൻ്റെ അപ്പൻ്റെ പെങ്ങൾ കന്യാസ്ത്രീയായിരുന്നു. സുവിശേഷത്തോടൊക്കെ പ്രാർത്ഥനകളോട് ഈ പ്രാർത്ഥനയോടൊക്കെ ഭയങ്കര എതിരായിരുന്നു. അവരൊരു നല്ല കത്തോലിക്ക സ്ത്രീയായിരുന്നു. ഞാനൊരിക്കലും എൻ്റെ വീട്ടിലൊരു തമാശ പറഞ്ഞത് കൂടിപ്പോയി എന്ന് തോന്നിയപ്പോൾ എൻ്റെ ആൻറ്റി പറഞ്ഞത്, ഒരു പാസ്റ്റർക്ക് ചേർന്നതാണോ ഈ തമാശ? ഒരു പാസ്റ്റർ ഇങ്ങനെ തമാശ പറയാം, കുറേ വഴക്ക്. എനിക്ക് വളരെ കുറ്റബോധം തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കർത്താവിൻ്റെ വേലക്കിറങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞ തമാശ അതിര് കടക്കാൻ പോലും അനുവദിക്കാത്ത ദൈവം. ഒരു പാസ്റ്റർക്ക് അത് പറ്റില്ലെന്ന്, ഒരു സുവിശേഷ വേലക്കാരൻ അത് പാടില്ലെന്ന് നാട്ടുകാർ നമുക്ക് ക്ലാസ് എടുക്കും. എന്താണ്? എല്ലാം നമുക്ക് അനുകൂലമായി മാറും, എല്ലാം നമുക്ക് നന്മയായി മാറും. ജീസസ് എവരിഡേ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിനകത്ത് വലിയ ആഴമേറിയ ഘനമേറിയ കാര്യങ്ങളൊന്നുമില്ല. ക്രിസ്തീയ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ ചിന്തിച്ച് ബൈബിളിലെ അർത്ഥങ്ങളെ അർത്ഥവത്താക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റിയ പഠനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഇങ്ങനെയുള്ള പഠനങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ അവർക്കത് മനസ്സിലാകും. പല പ്രസംഗങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകില്ല, എന്നാൽ ഈ ക്ലാസ്സുകൾ അവർക്ക് മനസ്സിലാകും, അവർക്കത് പ്രയോജനപ്പെടും. ദൈവം വിളിച്ചവർക്ക് എല്ലാം നന്മയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഈ ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾ അവരെ പഠിപ്പിക്കണം. ഒന്നുകിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് മറ്റുള്ളവരോട് പറയണം. അങ്ങനെ ദൈവവിളിയുള്ള ഒരുവനെ ഒരിക്കലും നശിക്കാൻ കഴിയില്ല എന്നുള്ള സന്ദേശം കൈമാറി ഒത്തിരി പേരുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ നിങ്ങളെയും എന്നെയും കർത്താവ് ഇനിയും പ്രാപ്തരാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ കൈകളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കൈകളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, വിമർശനങ്ങൾ, എതിർപ്പുകൾ ഒന്നും തിന്മയ്ക്കല്ലല്ലോ, അങ്ങ് അറിയാതെയല്ലല്ലോ, എല്ലാം നന്മയ്ക്കാണല്ലോ. ഇന്നിത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കടന്നു വന്നിരിക്കുന്ന ഓരോ വിഷയവും നന്മയായി തീരുന്നതിനായി സ്തോത്രം. എല്ലാം നന്മയായി തീരുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല, സ്തോത്രമേ പറഞ്ഞുള്ളൂ. എല്ലാം നന്മയ്ക്കാണ്. നന്മയാക്കണേ എന്നൊന്നും പറയണ്ട, എല്ലാം നന്മയ്ക്ക്. എല്ലാവർക്കും അല്ല കേട്ടോ, ദൈവം വിളിച്ചു വേർതിരിച്ചവർക്ക്. എനിക്ക് നല്ല ഉറപ്പാണ്, ദൈവം വിളിച്ചു വേർതിരിച്ചവർ മാത്രമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.
യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. നിൻ സ്നേഹത്താൽ എന്നെ യേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ. അങ്ങ് ദർശിപ്പാൻ എനിക്കാവണേ യേശു. ഓ നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ യേശുവേ. നിൻ ശക്തിയാ എന്നെ പുതിയണേ യേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ. അങ്ങ് ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം ശൂന്യമേ. യേശുവേ എന്നെ മുഴുവനായി യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ യേശുവേ യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി യേശുവേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ.